ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് വിഷുക്കണിയല്ല കേട്ടോ. ഇതേ ഇന്നലെ രാത്രി ഇക്കാക്ക വെജിറ്റബിൾസ് കുറച്ച് അധികം വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഞാനത് ഈ ഉരുളിയിലാക്കിയിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ അത് രാവിലെ തന്നെ വന്ന് കണിയൊക്കെ കണ്ടിട്ട് അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അതിൽ നിന്ന് ഇന്നത്തേക്ക് തോരൻ വെക്കാനായിട്ട് കുറച്ച് വഴുതനങ്ങയും കുറച്ച് കോവയ്ക്കയും ഉണ്ടായി. അപ്പോൾ രണ്ടും സെപ്പറേറ്റായിട്ട് ഒലത്തുണ്ടാക്കാനുള്ളതില്ല. ഒലത്ത് മീൻസ് തോരൻ. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ഒരു ചെറിയ സാമ്പാറും വെക്കാം. ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒരു 2-3 ദിവസം തോരൻ വെക്കാനുള്ളതുണ്ട്. ഇത്രയും ഉണ്ട്. അപ്പോൾ അത് ഇത്രയും കേട്ടോ രണ്ടും കൂടി ഉള്ളത്. പിന്നെ ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടി നമുക്ക് മാറ്റി വെക്കാം. കുമ്പളങ്ങയും വെള്ളരിക്കയും ഒരു കിറ്റിലാക്കി വെച്ച്, പിന്നെ ഇത് വെണ്ടയ്ക്കയുണ്ട്. വെണ്ടയ്ക്കയാണ് ഇക്കാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ. എൻ്റെ സൗണ്ട് റെഡി ആയിട്ടില്ല കേട്ടോ. കല്യാണം കൂടി എൻ്റെ സൗണ്ട് പോകലാണിത്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ വോയിസ് ഓവർ കൊടുക്കാനിരിക്കുമ്പോൾ സൗണ്ട് ഇല്ല. ഇപ്പോൾ ഇതും കൂടി ആയപ്പോൾ ഒട്ടുമില്ല. പിന്നെ ഇവിടെ ഇത്താത്താടെ പിള്ളേരും കൂടി ഉണ്ട്. അവർ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഒച്ചെടുത്ത് ഉള്ള സൗണ്ട് കൂടി പോയിരിക്കുകയാണ്. പിന്നെ അത് എല്ലാം സെപ്പറേറ്റൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് പച്ചമുളകും ഉണ്ടായിട്ടാ. അപ്പോൾ ഇനി സാമ്പാറിനുള്ള വെജിറ്റബിൾസ് എടുത്ത്, ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇടൂല കേട്ടോ. ഇവിടെ പിള്ളേരൊന്നും അങ്ങനെ കഴിക്കൂല. തോരനൊക്കെ ഉണ്ടാക്കിയാൽ കഴിച്ചോളും. സാമ്പാറിൽ ഇടണത് കഴിക്കാൻ പുറകോട്ടാണ്. പിന്നെ സവാള 3 എടുത്തേക്കുന്നത് ഒരെണ്ണം തോരന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് നന്നായിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് കഴുകിയെടുത്തത്. തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച്. അപ്പോൾ അത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ തക്കാളിയൊക്കെ ഇതിൻ്റെ കൂടെ ഇടൂലായിരുന്നു കേട്ടോ. വെണ്ടക്ക വാട്ടുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ വിചാരിച്ച തക്കാളി ഇതിൻ്റെ കൂടെ കിടന്ന് വെന്തോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കൂടെ ഇടും. ഇപ്പോൾ അത് പരിപ്പ് വേവിക്കാൻ വെച്ചായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ വെജിറ്റബിൾസ് ഇട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് അടുപ്പത്തേക്ക് ഒന്നുകൂടിയും ഒരു വിസിലേൽപ്പിക്കാൻ വെക്കാം കേട്ടോ. ഒരു വിസിലേട്ടാ വെന്തോളും ഈ കുക്കറിൽ വെജിറ്റബിൾസ്. അപ്പോൾ അത് വെള്ളവും ഒഴിച്ചിട്ട് പച്ചമുളകും ഇട്ട് വേവിക്കാൻ വെച്ചിട്ടാ. വിസിൽ വന്നിട്ടുണ്ടേ. പിന്നെ ഞാൻ അരിയൊന്നും വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദോശമാവ് വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നു ഇക്കാക്കടുത്ത്. അപ്പോൾ ദോശമാവ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി സാമ്പാറൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ കടുകും ഉലുവയിട്ട് വേപ്പിലയും വറ്റമുളകും ഇട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന വെണ്ടയ്ക്കയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. വെണ്ടയ്ക്ക നന്നായിട്ട് വാടി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് സാമ്പാർ പൊടി ഇട്ടിട്ട് പിന്നെ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാർ പൊടി നന്നായിട്ട് ചൂടായി കഴിയുമ്പം ആ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കണം കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ച് അപ്പോൾ ആ വെണ്ടയ്ക്ക അതിൽ കിടന്ന് നന്നായിട്ട് വെന്തോളും. വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചാണ് വെജിറ്റബിൾസ് ഒഴിച്ച് കായം പൊടി ഇട്ട് പിന്നെ ഉപ്പ് പാകത്തിനാണെന്നൊന്ന് നോക്കാം കേട്ടോ. ഞാൻ ഉപ്പ് അധികം ചേർക്കില്ല. പിന്നെ കറിയൊക്കെ വെന്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ ഇടാമല്ലോ. കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പണിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഉപ്പൊക്കെ പാകത്തിനാക്കിയിട്ട് ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് സാമ്പാർ. അപ്പോൾ ഞാൻ ദോശമാവ് വാങ്ങിച്ചുകൊണ്ട് ഇച്ചിരി ചട്നിയുടെയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് സാമ്പാർ റെഡിയാക്കണതിൻ്റെ ഇടയിൽ കൂടി ഇത്തിരി ചട്നി തേങ്ങ ചിരണ്ടിയിട്ട് അരച്ചെടുത്തായിരുന്നു കേട്ടോ. ഇഞ്ചിയും ഉള്ളിയൊക്കെ കൂട്ടിയിട്ട് അരച്ചെടുത്തായിരുന്നു. ഇതാണ് ദോശമാവ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വാങ്ങിക്കലില്ല, അരി അരച്ചാണ് ഉണ്ടാക്കാറ്. ഇന്നലെ വെജിറ്റബിൾസ് വൈകിയുള്ള കൊണ്ടുവന്നത്. പിന്നെയുള്ള സാമ്പാർ ഉണ്ടാക്കണ കാര്യമൊക്കെ നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് പാക്കറ്റ് വാങ്ങിച്ചത് കേട്ടോ.
അപ്പോൾ അതേ ചട്നി താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 8:30 ആയിരുന്നു. ഇക്കാക്കും ഹംദാനും പോകേണ്ട ടൈമായി. അപ്പോൾ ഞാൻ അവർക്കുള്ള ദോശ കുറച്ച് വേഗം ഉണ്ടാക്കി വെച്ചിട്ടാ. പിന്നെ ഉണ്ടാക്കി അവർക്ക് ചായയും കൊടുത്തിട്ട് ഇക്കാക്ക് കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ 3 ടൈപ്പ് ഓഫ് മീനാണ് കേട്ടോ കൊണ്ടുവന്നേക്കണത്. അതിൽ ചെമ്പല്ലി ഉണ്ട്, പിന്നെ എടുത്തത് കറുപ്പാണ് കേട്ടോ. അതിൻ്റെ പേര് എനിക്കറിയില്ല. ഞാൻ ഉമ്മച്ചടുത്ത് ചോദിച്ചപ്പോൾ ഉമ്മച്ചി പറഞ്ഞത് കടൽ കറുപ്പാന്ന് പറഞ്ഞു. പിന്നെ വറ്റ പിന്നെ സുഖമായിട്ട് നന്നാക്കാം കേട്ടോ. അയിലയും ചാളയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതായത് നന്നാക്കാൻ സുഖമാണല്ലോ. ഈ തൊലി ഒഴിക്കണ മീനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ വറ്റ ഞാൻ വേഗം നന്നാക്കി എടുത്ത് അത് കഴിഞ്ഞിട്ട് മറ്റേ ചെമ്പല്ലി ഉണ്ട്, അതിനാണെങ്കിൽ തൊലി ഉരിക്കണം. അതിന് ഇച്ചിരി പാടാണ്. എനിക്കതൊക്കെ ഇച്ചിരി പാടുള്ള പണിയാണ്. പിന്നെ ഒരു മൽപ്പിടുത്തത്തിൻ്റെ ഒടുവിൽ ആ മീൻ തൊലി ഒലിച്ചെടുത്ത് പകുതി മാംസം അതിൻ്റെ മേത്തും ബാക്കി പകുതി എൻ്റെ കയ്യിൽ വരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ഇതാണ് ഒരു ഐറ്റം ഉണ്ടായത്, ഒരു ഞണ്ടുണ്ടായി. ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഞാൻ ഇതേവരെ നന്നാക്കിയിട്ടില്ല, ഞാൻ കഴിക്കുകയുമില്ല. എന്നിട്ട് ഞാനത് തല്ലി പൊട്ടിച്ച് അതിൻ്റെ തോടൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാംസമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇത് പൊട്ടിച്ചാൽ കഴിക്കണേന്നുള്ളത് എനിക്കറിയാം. ഇവിടെ ഇവരൊക്കെ കഴിക്കാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ വേഗം അത് അടച്ച് വെച്ചിട്ട് തസ്നീനെ വിളിച്ചിട്ട് തസ്നീയുടെ അടുത്ത് കൊടുത്ത്. അപ്പോൾ തസ്നി അത് പിന്നെ അത് നന്നാക്കി നല്ല ക്ലീനാക്കി അതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ കളഞ്ഞ് നല്ലത് ക്ലീനാക്കി തന്നിട്ടുണ്ട്. ഞാൻ പിന്നെ അതൊന്നുകൂടിയൊക്കെ കഴുകി എടുത്ത് കഴിഞ്ഞപ്പോൾ എന്താ അതിൻ്റെ അകത്ത് മറ്റേ ഇറുക്കണ ഒരു കാലുണ്ടല്ലോ, 2 എണ്ണം. അതിലൊരു കാലുള്ളൂ, ഒരെണ്ണമില്ല. പിന്നെ ഞാൻ വറുക്കാനുള്ള മീനൊക്കെ മസാല പുരട്ടി വെച്ച് ഞണ്ട് പിന്നെ വൈകിട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചട്ടാ. അപ്പോൾ ഉച്ചക്കലത്തേക്ക് ആ മീനും വറുത്ത് പിന്നെ രാവിലത്തെ സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് ഇന്നത്തെ കുക്കിംഗ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.